ഇനി കാഴ്ച പരിമിതരുടെ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം വിജയം നേടിയ വാർത്ത നമ്മൾ തന്നെ ഇപ്പോൾ പറഞ്ഞിരുന്നു. ആ കാഴ്ച വെല്ലുവിളി നേരിടുന്ന കഴിവുകളും ആത്മവിശ്വാസവും വേദിയിലേക്ക് കൊണ്ടുവരാൻ ഫറൂഖ് കോളേജിൽ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അഖില കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 6ഓളം മികച്ച ടീമുകൾ 2 ദിവസം നീളുന്ന ടൂർണമെന്റിൽ ഏറ്റുമുട്ടി. പുളിക്കൽ എബിലിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം നടന്നത്. ഉരുണ്ടുവരുന്ന കിലുക്കമുള്ള ബോളിന്റെ താളത്തിനൊത്ത് അവർ സിക്സുകളും ഫോറുകളും അടിച്ചു. മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഇതിൽ തിരിച്ചിരിക്കുന്നത്. B1, B2, B3 എന്നാണ്. അപ്പോൾ B1 എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലി ആബ്സെൻസ് ആയിട്ടുള്ളവരെ B1 കാറ്റഗറി എന്നും, കുറച്ച് ലോങ് അതായത് ഷോർട്ട് സൈറ്റ് കാണാമെന്നുള്ളവരെ B2 എന്നും, അത്യാവശ്യം നല്ലോണം കാണാവുന്നവരെ B3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ബോളിംഗ് പരിശീലനം എന്ന് പറയുന്നത് കിലുക്ക് ശബ്ദം കേട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ശബ്ദം കേട്ടാണ് നമ്മൾ സാധാരണ നോർമൽ ക്രിക്കറ്റ് പോലെ തന്നെയാണ്. നോർമൽ ക്രിക്കറ്റിൽ നമ്മൾ ആക്ഷൻസും എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ ബോൾ പൊസിഷൻ എന്ന് പറയുന്നത് കിലുക്ക് ബോളാണ്. കിലുക്ക് ശബ്ദം കേട്ടാണ് നമ്മൾ, ശബ്ദത്തിൻ്റെ സഹായത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നോർമൽ ഇന്ത്യൻ ടീമിനെ അപേക്ഷിച്ചിട്ട് നമ്മളുടെ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിന് അത്രത്തോളം ഒരു ഇത് കിട്ടുന്നില്ല. ആവേശകരമായ മത്സരത്തിനൊടുവിൽ മലബാർ ടസ്കേഴ്സ് കിരീടം സ്വന്തമാക്കി. ഞങ്ങൾ മലബാർ ടസ്കേഴ്സ് എന്നുള്ള പേരിൽ കളിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ അസീസ് മെമ്മോറിയലിൽ ഞങ്ങളായിരുന്നു ജേതാക്കൾ. അതേപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ തന്നെയാണ് കപ്പടിച്ചത്. മീഡിയ 1 ന്യൂസ് എഡിറ്റർ സൈഫുദ്ദീൻ PC വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ക്രിക്കറ്റ് നമ്മുടെയൊക്കെ സിരകളിൽ, നമ്മുടെയൊക്കെ ബ്ലഡിലുള്ള ഒരു വലിയ വികാരമാണ്, വലിയൊരു ലഹരിയാണ്. ഇപ്പോൾ മറ്റ് ടൂർണമെൻറ്റുകളിലൊക്കെ കണ്ടതിനേക്കാൾ വലിയൊരു പോരാട്ട വീര്യം നിങ്ങളുടെ മത്സരത്തിൽ ഞാൻ കണ്ടു. പരിമിതികൾ മറികടന്നുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾ താങ്ങായി ആവേശം ചോരാത്ത കായിക വീര്യമാണ് കളിക്കാർ കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1 കോഴിക്കോട്.